അള്ളാഹു പറഞ്ഞല്ലോ, വലനബലുവന്നക്കും, നിശ്ചയം നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന. മുഅ്മിനാണോ പരീക്ഷണം ഉണ്ടാവും, പരീക്ഷണം ഉണ്ടാവും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. മുഅ്മിനീങ്ങൾക്ക് പല നിരക്കുള്ള പരീക്ഷണം ഉണ്ടാവും. ഭയം കൊണ്ട് പരീക്ഷിക്കും, പല ജാതി പേടികളുമുണ്ട്. പല അവസ്ഥ പേടികൾ നൽകിയിട്ട് എന്ത് ചെയ്യും? അള്ളാഹു പരീക്ഷിക്കും. അതുപോലെ വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം, ദാരിദ്ര്യം, അത് മുഖേന ദാരിദ്ര്യം കാരണമായിട്ട് വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാവും. അതുപോലെ സ്വത്തിൽ പരീക്ഷണം, ധനനഷ്ടം, വനഖ്സിൻ മിനൽ അംവാൽ, ധനനഷ്ടം, സാമ്പത്തികമായിട്ട് പരാജയം. അതുപോലെ വൽ അൻഫുസ്, ആളുകളിലുള്ള പരീക്ഷണം, ആളുകള് നഷ്ടപ്പെടുക, നമ്മുടെ സ്വന്തക്കാരുടെ നഷ്ടം, മരണം, ഇതുകൊണ്ടൊക്കെ പരീക്ഷിക്കും. അതുപോലെ വസ്സമറാത്ത്, പഴങ്ങള്, തോട്ടങ്ങളിലൊക്കെയുള്ള പരീക്ഷണങ്ങൾ, നമ്മുടെ വരുമാന മാർഗങ്ങള് അത് നഷ്ടപ്പെടുക. ഇങ്ങനെയെല്ലാം വ്യത്യസ്തമായ പരീക്ഷണങ്ങള് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറയാണ്, ഇങ്ങനെയൊക്കെ പരീക്ഷിക്കും. അപ്പൊ വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷം പറയുക. ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സന്തോഷം, അള്ളാഹു അവരെ തൃപ്തിപ്പെടും, അള്ളാഹു അവർക്ക് ഇഷ്ടമാണ്, അവരിഷ്ടാണ്. അപ്പൊ നമ്മൾക്ക് വേണ്ടത് ക്ഷമയുള്ള മനസ്സാണ്. എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും, രോഗങ്ങളുണ്ടാവും, അതുപോലെ ജോലി നഷ്ടപ്പെടും, കച്ചവടത്തില് നഷ്ടം സംഭവിക്കും, അതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മളോട് ബന്ധപ്പെട്ട ആളുകള് മരണപ്പെട്ടു പോകും, ചിലപ്പോൾ സാമ്പത്തികമായി നമ്മുടെ അവസ്ഥ പിന്നോട്ട് പോകും. ഇങ്ങനെയെല്ലാം നമുക്കുണ്ടാവും. ഇതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ സമയത്ത് നമ്മളെ അവസ്ഥ എന്താവണം? നമ്മുടെ അവസ്ഥ ഈ സബുർ എന്ന അവസ്ഥയാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മുസീബത്ത് എത്തുന്ന സമയത്ത് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, മുസീബത്തുകളും പ്രയാസങ്ങള് പ്രതിസന്ധികള് അവരിലേക്ക് എത്തുന്ന സമയത്ത് എന്താ പറയാ? ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹിൽ നിന്ന് വന്നവരാണ് നമ്മൾ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് നമ്മൾ. കുറച്ചു കാലത്തൊരു ജീവിതമാണ് ഇവിടെ ഉള്ളത്. അപ്പോ അള്ളാഹുവിലേക്ക് റുജൂ ആകുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. ഈ അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് പെട്ടെന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് നാവിൽ വരണം, ആ അവസ്ഥ കൽബിലുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു അവരെ കുറിച്ച് പറയാണ്, ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹുവിന്റെ സ്വലവാത്തുകളും റഹ്മത്തുകളും അവരുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളോട് യോജിച്ച് ക്ഷമിച്ച് ആക്ഷേപമില്ലാത്ത കൽബോടെ അതിനെ അഭിമുഖീകരിച്ച്, എനിക്കൊരാക്ഷേപമില്ല, എന്റെ റബ്ബാണ് എനിക്കത് നൽകിയത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? രക്ഷപ്പെടാനും ഖുർആൻ പറഞ്ഞത് സബുർ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക എന്നാണ്. അപ്പൊ ഈ മുസീബത്ത്, പ്രയാസം, പ്രശ്നത്തുന്ന സമയത്ത് ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണാണ്, ഇത് ഞാൻ ക്ഷമിച്ചു എന്ന് നമ്മളെ ഖൽബ് കൊണ്ട് തീരുമാനമെടുക്കുക. പൊറുതികേട് കാണിക്കാതെ, ആരോടും ആക്ഷേപങ്ങൾ പറയാതെ, ആരെയും ചീത്ത പറയാതെ, വളരെ അടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി നിൽക്കാൻ കഴിയാന്നുള്ളത്. അതാണ് സബർ. അള്ളാഹു ആ സബർ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സബർ ഉണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാവും.
സബറുള്ള ആൾക്കാരോട് കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ സന്തോഷം അവർക്കുണ്ട്. വബശ്ശിരി സ്വാബിരീൻ. എന്നിട്ട് നിസ്കരിക്കാം. അപ്പൊ നല്ല ഒന്നു ഉണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറയാ, പടച്ചോനെ അള്ളാഹ് എനിക്കിങ്ങനെ നീ എന്നെ കാണുന്നുണ്ടല്ലോ, എന്റെ അവസ്ഥ കാണുന്നുണ്ടല്ലോ, എനിക്കിങ്ങനെ പ്രയാസം എത്തിയിട്ടുണ്ട്, നീ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. അള്ളാഹുവേ എന്നെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് അള്ളാഹുവിനോട് പറയാ. അള്ളാഹുവിനോട് പറയാം. അപ്പൊ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങി നിസ്കാരം കൊണ്ടും സബർ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന് നമ്മൾ തൃപ്തിയാവും. അപ്പൊ ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അത് നല്ലൊരു അവസ്ഥ നമുക്ക് അള്ളാഹു നൽകും. അതൊക്കെ ദർജ ഉയർത്താനാണ്, അല്ലെങ്കിൽ നമ്മളെ ദോഷം പൊറുക്കാനാണ്. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്നിരിക്കെ ഒരു ശിക്ഷയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്കുള്ള ഒരു ശിക്ഷ. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ തൗബ ചെയ്താൽ മതി. നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ക്ഷമിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, പഠിച്ചോനെ എനിക്ക് ഇനി ഒരു മുസീബത്ത് എത്തിയിട്ടുണ്ട്, അതിന്റെ കാരണം ഞാൻ ചെയ്ത തെറ്റുകളാണ്, അതുകൊണ്ട് റബ്ബേ എനിക്ക് പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാം. തൗബ ചെയ്യുമ്പോ ആ പ്രയാസം നീങ്ങിപ്പോകും. കാരണം തൗബ ചെയ്യിപ്പിക്കാനാണിത് അള്ളാഹു നമുക്ക് തന്നത്. അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഇഷ്ടമുള്ള ആളുകൾ അള്ളാഹുവിലേക്ക് തന്നെ അള്ളാഹു മടക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ജീവിതം ശരിയല്ല, നമ്മളെ പോക്ക് ശരിയല്ല. അപ്പൊ നമ്മളൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ അടിയാണ്. നമ്മുടെ മക്കളെ, നമ്മളോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തെറ്റ് കാണുന്ന സമയത്ത് ശകാരിക്കും, ചീത്ത പറയുക, അടിക്കും. അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നമുക്കൊരു ബന്ധമില്ലാത്ത ആൾക്കാരോട് നമ്മളൊന്നും പറയില്ലല്ലോ. അപ്പൊ അള്ളാഹുവിനോടൊരു ഒരു പ്രശ്നമില്ലെങ്കിൽ നമ്മൾ പേടിക്കണം. നമ്മളിങ്ങനെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, തോന്നിയാസ ജീവിതമാണ്, പക്ഷെ നമുക്കൊരു പ്രശ്നമില്ല എങ്കിലും നമുക്ക് പേടിക്കണം. നമുക്ക് അള്ളാഹുവിനെ നമ്മളെ ഇഷ്ടമല്ലേ എന്ന് പേടിക്കണം. ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നമ്മളെ തല്ലാത്തത്, നമുക്കൊരു ബുദ്ധിമുട്ട് എത്താത്തത്. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നിട്ട് അള്ളാഹു താല അള്ളാഹുവിലേക്ക് തന്നെ എന്ത് ചെയ്യും, നമ്മളെ മടക്കണം. അപ്പോ ഈ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ശിക്ഷയാണ്, അതൊരു അടിയാണ്. അത് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ മതി. കോഴിക്കുഞ്ഞ് പരുന്തിനെ കാണുമ്പോ അതിന്റെ തള്ളക്കോഴിയുടെ ചിറകിനടിയിലേക്ക് ഒടിക്കുന്നത് പോലെ ഉമ്മ മക്കളെ തല്ലുമ്പോ ഇനി ഞാൻ അത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ മക്കള് കെട്ടിപ്പിടിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്ന സമയത്ത്, പഠിച്ചോനെ ഞാൻ ചെയ്ത കുറ്റങ്ങൾ കാരണമാണ്, തെറ്റുകൾ കാരണമാണ്, നീ എനിക്ക് പുറത്തു തരണേ, എന്നെ പരീക്ഷിക്കല്ല എന്ന് പറഞ്ഞിട്ട് നീണം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. പിന്നെ ദർജ ഉയർത്താൻ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണങ്ങളൊന്നും നൽകാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.